ഇത് സംഭവം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും വിചാരിക്കണം. ഒന്ന് അടുത്തുകൊണ്ടുവന്ന് മാവില സെലിബ്രേഷൻ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മാവിലയും ഓറഞ്ച്. ഇത് കാട റെഡി ആയിട്ട് കേട്ടോ. ഇനി കുറച്ച് ഓറഞ്ചും കൂടി മേലെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഹലോ നമസ്കാരം, പാലക്കാടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുസ്ലിം ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 60K നിങ്ങൾ കാരണം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ആദ്യം തന്നെ ഒരുപാട് നന്ദി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന 60K ഫോളോവേഴ്സ്. ചിലപ്പോൾ കേൾക്കുന്നവർക്ക് നിസ്സാരമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഇത് ഭയങ്കര കാര്യമാണ്. എന്തായാലും അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയൊരു നമ്മുടെ സ്പെഷ്യൽ എന്താ, നമ്മുടെ ഒരു ചെറുതായിട്ടൊരു ഓറഞ്ച് കാട കേൾക്കുന്നവർക്ക് വിചാരിക്കും ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന്. സംഭവം നിങ്ങളിത് കണ്ടു നോക്കുക അത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല. നമ്മളൊരു 4 കാട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ 4 കാട. ഇത് സംഭവം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും വിചാരിക്കണം. ഒന്ന് അടുത്തുകൊണ്ടുവന്ന് മാവില. ഓക്കെ. പിന്നെ അതുപോലെ നമ്മുടെ ഐറ്റം ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുപോടാ, പച്ചമുളക്, അതുപോലെ തക്കാളി. നമുക്ക് തക്കാളി ആകെ എത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഉള്ളി അതുപോലെ എത്രേ വേണ്ടുള്ളൂ. ഇതല്ല, ഈ ഇഞ്ചി, വെളുത്തുള്ളി, മാവില, അതുപോലെ പുതിന, ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് പേസ്റ്റ് ഇട്ടത്. ഓക്കെ. ഇതെന്താ മസൂല? അത് മല്ലിപ്പൊടി, മുളക് പൊടി. ഓക്കെ. മല്ലിപ്പൊടി നമ്മുടെ സാധാ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മിക്സിങ് എങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഇത് നമ്മൾ ചെറിയൊരു പാത്രത്തിൽ ആക്കുകയാണ്. ഓക്കെ. ഇത് മസാലേസ്, നമുക്ക് വേണ്ട മസാല കാര്യങ്ങൾ ഇടാണ്. മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി നമുക്കൊരു കുറച്ച് എന്താക്കാം, കൂടുതൽ എടുക്കാം. ഈ മുളക് പൊടിയുടെ അത്ര ലെവലില്ലെങ്കിലും ഏകദേശം സെയിം ലെവലിൽ എടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ചെയ്യാം. മുളക് പൊടി കുറച്ചുകൂടി ഇടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഓറഞ്ച് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ഓറഞ്ച് ആട്ടോ ഫുൾ എടുക്കുന്നത്. ഫുൾ എടുക്കുന്നില്ല, ഒരു ഹാഫ് എടുക്കുന്നുള്ളൂ. ഇനി തൈര്, തൈര് കുറച്ച് മതി കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല പേസ്റ്റ് ലെവലാവണം കേട്ടത്. അപ്പൊ കാട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാത്തിലും അല്ലേ എല്ലാത്തിനും നമ്മൾ വരയിട്ട് വെച്ചിട്ടുണ്ടോ. ഈ വര എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മറ്റേ മസാലക്ക് ഉള്ളിൽ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ഒരു ഓറഞ്ചിന്റെ ബാക്കി കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെസിപ്പി അങ്ങനെ ആരും പുറത്ത് പറയാറില്ല, എന്നാലും നിങ്ങൾക്കായോണ്ട് നമ്മളെ സെലിബ്രേഷൻ ഓറഞ്ച്. ഇത് എന്തായാലും ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഓൺ റിസ്കിൽ ചെയ്യാം അല്ലേ. അപ്പൊ നമുക്കിതില് മസാല ചേർക്കാം കേട്ടോ. മസാല ഇത് ലെവലാക്കി തീർക്കണം. ഇങ്ങനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. മസാല നല്ലോണം എല്ലായിടത്തും ആക്കും. തേക്ക് നീ ഞങ്ങളിത് മുമ്പൊരിക്കലേ ഞങ്ങളൊരു പരിപാടിക്ക് നമ്മൾ ചെറിയൊരു വേറൊരു ചെക്കന്മാരെല്ലാം കൂടിയപ്പോൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം പിടുത്തം വിട്ടുപോയി. അതിനുശേഷം ഇപ്പോഴായിട്ടാണ് ഉണ്ടാക്കുന്നത്.
എല്ലാത്തിലും ഓറഞ്ച് വെക്കാൻ മറന്നുണ്ട്. ഇതിൽ ഓറഞ്ച് വെക്കുന്നുണ്ട് കേട്ടോ. മറ്റേ വെച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ കാട് അവിടെ റെസ്റ്റിംഗ് റെഡി ആയിട്ട് നിൽക്കണം. മസാല ഒക്കെ തേച്ച് കുട്ടപ്പനായിട്ട് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കണം. ഇനി നമ്മൾ എന്താക്കണം, ഒരു അരമണിക്കൂർ പിന്നെ ഒന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, അപ്പൊ ഇനി അരമണിക്കൂർ നമുക്ക് എന്താക്കണം, നമ്മൾ അടുപ്പ് മീൻസ് ഇങ്ങനെയായിട്ടൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുള്ളത്. 2 കമ്പ് വെച്ചിട്ട് 2 കമ്പ് ഇതുപോലത്തെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കമ്പി നമുക്ക് അത് കെട്ടിയിട്ട് ഇതിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് അങ്ങനെയാണ് പരിപാടി. ഇത് അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താക്കും, ഇവിടെ ഇത് കത്തിച്ചുകൊണ്ടിരിക്കും. മുസ്ലിം അതിൻ്റെ തിരക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ ക്യാമറമാൻ ആട്ടോ. ഇതേ കണ്ണേ, നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, മുസ്ലിം ഇതുണ്ടോ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉണങ്ങിയ വിറക് വേണം. ഉണങ്ങിയ വിറക് തപ്പി കിടക്കുകയാണ്. നമ്മളെ ക്യാമറമാനെ കാണാനല്ല, അവിടെ വിറക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളെ പാലക്കാട് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും സൗകര്യമാണ്. കണ്ടോ, പൊട്ടപ്പോഴേക്ക് ഇങ്ങനെ ഉണങ്ങിയ ചുള്ളി നമുക്ക് കിട്ടി. ഇങ്ങനെ കുറച്ച് ചുള്ളി നമുക്ക് വേണം. നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ, അത് കാണിക്കാൻ മറന്നു. നമ്മൾ ക്രിക്കറ്റും ഫുട്ബോളെല്ലാം കളിക്കുന്ന ഗ്രൗണ്ടാണ്. അവിടെ മേലെ ഒരു പാറയാണ്, ചുറ്റും കാടാണ്, ഫോറസ്റ്റാണ്. ഓക്കെ, നമ്മൾ ഫോറസ്റ്റിൻ്റെ മരവും കാര്യങ്ങളൊന്നും വെട്ടുന്നില്ലേ, ജസ്റ്റ് ചുള്ളി താഴെ വീണ് മാത്രം പെറുക്കിയിട്ട് വരികയാണ്. ഓക്കെ, മുസ്ലിം ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അനായാസമായ പരിപാടിയാണ്. ഓക്കെ, ഇവിടെ അപ്പുറത്ത് നമ്മുടെ ക്യാമറമാന് ഇത് കാട കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 1/4 മണിക്കൂറായാലും മുസ്ലിം കെട്ടുകമ്പ് വെച്ചിട്ടോ കെട്ടുന്നത്. കാണിച്ചുതരാം, അത് കട്ട് ചെയ്യാം. മുസ്ലിമിന്റെ ഇതിൽ എക്സ്പെർട്ടാണ് ഞാൻ്റെ മോനെ. കാടത്ത് കത്തി കഴിയുന്ന എൻ്റെ പേടി. അപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കാട് ഫുള്ള് കമ്പിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് വെക്കാം. ഇനി ഏകദേശം ഒരു 1 hour ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ തീയിൽ കടന്നിട്ട് ഇതാകണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളതിങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും വേണം. പ്രധാന കഷ്ടം തീ കത്തുന്നത് കാടന്റെ അടുത്തല്ല, നിന്ന മരം കത്തുന്നു തോന്നുന്നു. അതല്ല ഞാൻ നിന്നോട് പറഞ്ഞേ. ഗ്യാസ് ഇപ്പൊ ഈ സാധനം വീഴാൻ ചാൻസ് കൂടുതലാണ്. ഗ്യാസ് നിന്റെ പ്ലാനിങ് ആ സാധനം ഇപ്പം നിന്ന് കത്തും. വെളിച്ചെണ്ണ കേട്ടോ, പച്ച വെളിച്ചെണ്ണ നേരെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാം. നമ്മുടെ സാധനം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം ഏകദേശം ഉണ്ട് അല്ലേ. എല്ലാം വേർത്തുട്ടോ. വേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരം മറ്റേ ഇതിൻ്റെ അടുത്തായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വേർത്തു. മുസ്ലിമിലൊക്കെ വേർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓറഞ്ച് കാട ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് കത്തുന്നു. എന്താ ഈ കരിഞ്ഞാ അതിന്റെ ടേസ്റ്റ് കൊടുക്കാണെങ്കിൽ കാടല്ലേ, നമ്മളെ ചിക്കൻ പോലെയല്ല, നല്ലോണം വേവണം എന്നാലാണ് ഒരു മജ കിട്ടുള്ളൂ. തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളെ കാട റെഡി ആയിട്ട് കേട്ടോ. ഇനി കുറച്ച് ഓറഞ്ചും കൂടി മേലെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് ചിലതൊക്കെ കരിഞ്ഞ് ലെവലായി. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ.
കറക്റ്റായിട്ട് വന്നിട്ട് അടിപൊളിയാണ്. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ, പാലക്കാടിന്റെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോ ബൈ ഫ്രം മിസ്റ്റർ പാലക്കാട്.